Mesmerizing wedding collection. Tejaswini by Chungat Jewelry. ഇടശ്ശേരി ജ്വല്ലറി കാലടി. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ലൈറ്റ് വെയ്റ്റ് 916 സ്വർണ്ണാഭരണങ്ങൾ ലഭിക്കുന്ന കാലടിയിലെ ജനപ്രിയ ജ്വല്ലറി ഇടശ്ശേരി ജ്വല്ലറി കാലടി. റോഡ് നിർമ്മാണത്തിന് പണം ലഭിക്കുന്നില്ല എന്ന പരാതിയാണ് പൊതുവെ ഗ്രാമപഞ്ചായത്തുകൾക്ക് ഉണ്ടാകാറുള്ളത്. എന്നാൽ അനുവദിച്ച ഫണ്ട് ലാപ്സാക്കുന്ന നടപടികളാണ് കാലടി പഞ്ചായത്ത് സ്വീകരിക്കുന്നത് എന്ന ആരോപണമാണ് ഉയരുന്നത്. കാലടി പഞ്ചായത്ത് വട്ടപ്പറമ്പ് 3-ാം വാർഡിലെ KG റോഡിന്റെ നവീകരണമാണ് വിവാദത്തിലായത്. മോശമായിട്ട് കിടക്കാനൊക്കെ കുഴിയും കിടക്കാണ്. അവിടെ ഒരു നിരപ്പല്ലല്ലോ വഴി. ഓരോരുത്തരിങ്ങനെ പോകുന്നത് ചിലപ്പോൾ ഒരു ദിവസം തന്നെ വീണത് അവിടെ വഴി നിരക്കല്ലല്ലോ. മനുഷ്യർക്ക് ഒരു വയ്യായിക വന്ന ഒരു രോഗീനെ അവിടുന്ന് കൊണ്ടുവരാനുള്ള ഒരു സൗകര്യവും ഈ റോഡിലില്ല. 140 മീറ്റർ മാത്രം നീളമുള്ള റോഡാണ് കാലടി ഗ്രാമപഞ്ചായത്ത് 3-ാം വാർഡിലുള്ള KG റോഡ്. ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റായിരുന്ന KG സുരേഷിന്റെ നാമധേയത്തിലുള്ളതാണ് ഈ റോഡ്. ഇടതുകര കനാലിന് അരികിലൂടെയാണ് റോഡ് കടന്നുപോകുന്നത്. നീളം കുറവാണെങ്കിലും 32 കുടുംബങ്ങൾ ആശ്രയിക്കുന്നു എന്നതാണ് ഈ റോഡിന്റെ പ്രാധാന്യം. ഈ കുടുംബങ്ങളെല്ലാം പട്ടികജാതി വിഭാഗത്തിൽപ്പെടുന്നവരും അവരിൽ മാറാരോഗികളും കിടപ്പുരോഗികളും ആയുസ്സിന്റെ ബലം കൊണ്ടു മാത്രം എഴുന്നേറ്റ് നടക്കുന്നവരുമെല്ലാം ഉൾപ്പെടുന്നു. ഇവരെല്ലാം വർഷങ്ങളായി മനസ്സിൽ കൊണ്ടു നടക്കുന്ന സ്വപ്നമാണ് KG റോഡിന്റെ നവീകരണം. പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്ന റോഡ് ടൈൽ വിരിച്ച് കൈവരി കെട്ടി ഗതാഗതയോഗ്യമാക്കാൻ അങ്കമാലി ബ്ലോക്ക് പഞ്ചായത്ത് 10 ലക്ഷം രൂപ അനുവദിച്ചപ്പോൾ പ്രദേശവാസികൾ ഏറെ സന്തോഷിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് മറ്റൂർ ഡിവിഷൻ മെമ്പർ സിജോ ചൊവ്വരാൻ മുൻകൈയെടുത്താണ് തുക ലഭ്യമാക്കിയത്. ഫണ്ട് അനുവദിച്ചിട്ടും ചിലയിടങ്ങളിൽ റോഡിന് 6 മീറ്റർ വീതി ഇല്ലാത്തത് വിലങ്ങുതടിയായി. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഇടപെട്ട് കാലടി ഗ്രാമപഞ്ചായത്തിന്റെ വിഹിതമായി 10,000 രൂപ കൂടി ചേർത്ത് സംയുക്ത പദ്ധതിയാക്കി കഴിഞ്ഞ ജനുവരിയിൽ DPC അംഗീകാരം നേടി. 140 മീറ്ററിൽ 76 മീറ്റർ ടൈൽ വിരിച്ച് കൈവരി കെട്ടി പണി കഴിപ്പിക്കുന്നതിനുള്ള എസ്റ്റിമേറ്റ് ഇടതുകര കനാൽ വിഭാഗത്തിന്റെ NOCക്കായി സമർപ്പിക്കുകയും ചെയ്തു. എന്നാൽ പിന്നീട് വന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം വീണ്ടും വിനയായി. ഇതിനിടെ കാലടി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി രാഷ്ട്രീയ പ്രതികാരം തീർക്കാൻ റോഡ് നവീകരണം അട്ടിമറിക്കാൻ ശ്രമിക്കുന്നതായും ആരോപണമുയർന്നു. ഗ്രാമപഞ്ചായത്ത് കാര്യാലയത്തിന് മുൻപിൽ LDFന്റെ പഞ്ചദിന സത്യാഗ്രഹവും വട്ടപ്പറമ്പിൽ പ്രകടനവുമെല്ലാം നടന്നു. ബ്ലോക്ക് പഞ്ചായത്ത് നൽകിയ ഇലക്ട്രിക് വീൽ ചെയർ വീടിന് പുറത്തേക്കിറക്കാൻ പറ്റാത്ത സ്ഥിതിയാണ് ഉള്ളതെന്ന് അർബുദ രോഗിയും ഭിന്നശേഷിക്കാരിയുമായ വീട്ടമ്മ പറയുന്നു. കാലടി പഞ്ചായത്തിൽ 3-ാം വാർഡിൽ താമസിക്കും വത്സല പ്രഭാകരൻ എന്നാണ് എൻ്റെ പേര്. ഞാനൊരു ക്യാൻസർ രോഗിയും ഭിന്നശേഷിക്കാരിയുമാണ്. എനിക്ക് 59 വയസ്സായി. ഞങ്ങൾ ഇവിടെ 10-32 SC കുടുംബങ്ങൾ താമസിക്കുന്ന ഏരിയയാണിത്. ഇതിൽ ഞങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യം ഫണ്ട് അനുവദിച്ചിട്ട് ഈ വഴി ഒന്ന് ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും കൂടി സഹകരിച്ച് വഴി കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ ഇരുന്നിട്ടും ഇത്രയും നാളായിട്ട് ഞങ്ങൾക്ക് ഈ വഴി ഒന്ന് ശരിയാക്കി തരാൻ ആരും ഈ പഞ്ചായത്ത് അധികാരി ഒന്നും ഞങ്ങൾക്ക് ഇതുവരെയായിട്ട് ഒരു സാങ്ഷൻ കൊടുത്തിട്ടില്ല. ഈ പ്രസിഡന്റ് എന്തിനു വേണ്ടിയാണ് ഞങ്ങളുടെ SC ഫണ്ട് തടഞ്ഞു വെച്ചിരിക്കുന്നതെന്ന് ഞങ്ങൾക്കറിയില്ല. എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് ഈ വഴി ഒന്ന് ശരിയാക്കി കിട്ടുകയാണെങ്കിൽ ഒരുപാട് രോഗികൾ അവശ്യ നിലവാരത്തിൽ കിടക്കുന്നവരാണ് ഇവിടെ താമസിക്കുന്ന കൂടുതൽ പേരും. അതുപോലെ തന്നെ എനിക്ക് ഈ വണ്ടി കിട്ടിയതുകൊണ്ട് മാത്രമാണ് ഞാൻ ഒന്ന് പുറത്തോട്ട് ഇറങ്ങി ഒന്ന് ഡോക്ടറെ കാണാൻ പോകണമെങ്കിൽ തന്നെങ്കിൽ ഇവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ കനാല് വണ്ട് ആ കുണ്ടും കുഴിയായിട്ട് കിടക്കുകയാണ്. വണ്ടി പോകുമ്പോൾ തന്നെങ്കിലും ഞങ്ങൾ കട്ടറയിൽ വീണിട്ട് ഞങ്ങളുടെ ഓരോ വശവും അവശ്യ നിലവാരത്തിൽ വരാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ റോഡ് ഒന്ന് ശരിയാക്കി തരണമെന്ന് ഒരുപാട് പ്രാവശ്യമായി ഈ പഞ്ചായത്ത് അധികാരികളോട് പറയണത്. അതുപോലെ കോൺഗ്രസ് ആയാലും കമ്മ്യൂണിസ്റ്റ് ആയാലും നമ്മൾക്ക് വേണ്ടത് SC കുടുംബങ്ങളെ ഞങ്ങളെ ആരും ഒറ്റപ്പെടുത്തരുതെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കാരണം ഞങ്ങളെപ്പോലെ ഉള്ളവരെ ഫണ്ട് തടഞ്ഞു വെച്ചോട്ട് എന്തിനു വേണ്ടിയിട്ടാണ് ഈ പ്രസിഡന്റ് ഇത്രയും ക്രൂരത ഞങ്ങളോട് കാണിക്കുന്നതെന്ന് ഞങ്ങൾക്കറിയില്ല. എത്രയും പെട്ടെന്ന് ഞങ്ങളെപ്പോലെ ഉള്ളവരുടെ ആവശ്യത മനസ്സിലാക്കി പ്രസിഡന്റ് എത്രയും പെട്ടെന്ന് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കി തന്ന് ഞങ്ങളുടെ വഴി ഒന്ന് ശരിയാക്കി തരാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അപേക്ഷിക്കുകയാണ്. ഇതുപോലെ തന്നെ കോൺഗ്രസ് ആയാലും
ഞങ്ങളും മനുഷ്യരല്ലേ. എൻ്റെ കാര്യം മാത്രം നോക്കണില്ല, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇത്രയും താഴ്മയായിട്ട് ഞാൻ പറയണത്, ഞാൻ മരിച്ചോട്ടെ. കാരണം എൻ്റെ രോഗം ഇത്രയാണെന്നും എനിക്ക് വയ്യ എന്നുള്ളത് എനിക്കറിയാം. കാരണം ഞാൻ അത്രയ്ക്ക് ബുദ്ധിമുട്ടിലാണ് ഞാൻ ഇവിടുന്ന് ഒന്ന് പോകണം. ഒരാളുടെ ഹെൽപ്പില്ലാതെ എനിക്ക് പുറത്തോട്ട് ഇറങ്ങാൻ കഴിയില്ല. പക്ഷേ ഈ വഴി നല്ലതാണെങ്കിൽ നമുക്ക് എങ്ങനെയെങ്കിലും ഈ വണ്ടി കൊണ്ട് പോകാൻ കഴിയും. പക്ഷേ അതുവരെ നമ്മളുടെ അവസ്ഥ മനസ്സിലാക്കിയിട്ട് ഈ പ്രസിഡന്റ് എന്തിനു വേണ്ടിയിട്ടാണ് ഞങ്ങളുടെ ഈ SC ഫണ്ട് അവിടെ നിന്ന് ലാപ്സാക്കി കളയാനും പിടിച്ചു വച്ചിരിക്കുന്നതെന്ന് അറിയില്ല. ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഈ വഴി ഒന്ന് ശരിയാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. ബ്ലോക്ക് പഞ്ചായത്ത് ഫണ്ട് ഉപയോഗപ്പെടുത്താതെ ഗ്രാമപഞ്ചായത്തിന്റെ 8 ലക്ഷം രൂപ ഉപയോഗിച്ച് പുതിയ പദ്ധതിക്ക് രൂപം നൽകിയിരിക്കുകയാണ് പഞ്ചായത്ത് ഭരണസമിതിയെന്നും ഇതിനു പിന്നിൽ രാഷ്ട്രീയ പ്രതികാരവും പട്ടികജാതി വിഭാഗത്തോടുള്ള അവഗണനയുമാണെന്നും ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സിജോ ചൊവ്വരാൻ പറഞ്ഞു. വൈക്കം ക്ഷേത്രത്തിന് സമീപത്തുള്ള റോഡുകളിലൂടെ പിന്നോക്ക പട്ടികജാതി ഈഴവ സമുദായങ്ങൾക്ക് യാത്രാ സൗകര്യം ഏർപ്പെടുത്തണം എന്ന് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം നടന്ന സമരത്തിൻ്റെ വൈക്കം സത്യാഗ്രഹത്തിൻ്റെ 100ാം വാർഷികമാണ് ഇപ്പോൾ ആചരിക്കുന്നത്. ഒരു നൂറ്റാണ്ട് പിന്നിട്ടപ്പോഴും ഇവിടെ കാലടി പഞ്ചായത്തിലെ വട്ടപ്പറമ്പ് 3ാം വാർഡ് ഭാഗത്തെ KG സുരേഷിൻ്റെ പേരിലുള്ള ഒരു റോഡ് ഇവിടെ 32ഓളം വരുന്ന പട്ടികജാതി കുടുംബങ്ങൾക്ക് സഞ്ചാരയോഗ്യമായ വഴിയില്ല എന്നുള്ളൊരു ദുരവസ്ഥയിലാണ് നമ്മുടെ നാട് നിൽക്കുന്നത്. ഇവിടെ ബ്ലോക്ക് പഞ്ചായത്ത് ജനപ്രതിനിധി എന്ന നിലയിൽ ഈ റോഡ് പുനരുദ്ധരിക്കുന്നതിനായിട്ട് 10 ലക്ഷം രൂപ വകയിരുത്തിയിരുന്നു. 6 മീറ്റർ വീതി എന്നുള്ള സാങ്കേതികത്വം മറികടക്കാൻ കാലടി പഞ്ചായത്തുമായിട്ട് സംയുക്ത പദ്ധതിയായിട്ടാണ് വിഭാവനം ചെയ്തത്. 10,000 രൂപയാണ് കാലടി പഞ്ചായത്ത് അതിനുവേണ്ടി വകയിരുത്തിയത്. 10,10,000 രൂപയുടെ പദ്ധതി കഴിഞ്ഞ ഈ 2024 ജനുവരിയിലെ കമ്മിറ്റിയിൽ അംഗീകരിച്ച് DPC അംഗീകരിച്ച് ഇടതുകര കനാൽ വിഭാഗത്തിന് NOC കൊടുക്കാനിരിക്കുമ്പോഴാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നത്. സാമ്പത്തിക വർഷം അവസാനിച്ചു. കേരളത്തിലെ ഏതൊരു പഞ്ചായത്തും ചെയ്യുന്ന പോലെ സാമ്പത്തിക വർഷം അവസാനിച്ചു. പുതിയ സാമ്പത്തിക വർഷത്തിൽ സ്പിൽ ഓവർ പ്രോജക്റ്റായിട്ട് പദ്ധതികൾ ഏറ്റെടുക്കും. അങ്കമാലി ബ്ലോക്ക് പഞ്ചായത്ത് സ്പിൽ ഓവറാക്കി. പക്ഷേ കാലടി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി തൊടുന്യായം സാങ്കേതികത്വം നിരത്തി കാലടി പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് അത് വെട്ടുകയായിരുന്നു. ഫണ്ടിൻ്റെ അപര്യാപ്തതയും നിർവഹണ ഉദ്യോഗസ്ഥരുടെ തിരക്കും കാരണം തൽക്കാലത്തേക്ക് ഈ പദ്ധതി അംഗീകരിക്കാൻ സാധിക്കത്തില്ല എന്ന വിചിത്രമായ കമ്മിറ്റി തീരുമാനമെടുത്തു. ഇപ്പോൾ ബ്ലോക്ക് ഭരണസമിതിയെ ഞെട്ടിപ്പിച്ചൊരു കാര്യം, അങ്ങനെ ഒരു തീരുമാനമെടുത്തിരിക്കെ 8 ലക്ഷം രൂപ തനതായിട്ട് കാലടി ഗ്രാമപഞ്ചായത്ത് വച്ചിരിക്കുന്നു. നാളെ കഴിഞ്ഞ് DPC ആണ്. ഇങ്ങനെയുള്ളൊരു 8 ലക്ഷം രൂപ വച്ചു കഴിയുമ്പോൾ അങ്കമാലി ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി UDF ഭരിക്കുന്ന ബ്ലോക്ക് ഭരണസമിതി ഐകകണ്ഠേന എടുത്ത തീരുമാനം കാലടി പഞ്ചായത്ത് വച്ചിരിക്കുന്ന 8 ലക്ഷം രൂപ ബ്ലോക്ക് നിലവിൽ സംയുക്ത പദ്ധതിക്ക് വെച്ച 10 ലക്ഷത്തോട് ചേർത്ത് 18 ലക്ഷം രൂപയ്ക്ക് ഈ റോഡ് 140 മീറ്ററും പൂർണ്ണമായി ടൈൽ വിരിച്ച് കൈവരി സ്ഥാപിക്കണം എന്നുള്ളതാണ്. പക്ഷേ ദുർവാശി, അധികാര ചിത്തത എന്താ പറയുക, അതിനെ ഒരു മാടമ്പി രൂപത്തിൽ കാലടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അത് അംഗീകരിച്ചിട്ടില്ല. ബഹുമാനപ്പെട്ട ബ്ലോക്ക് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും MLA അടക്കം കാലടി പഞ്ചായത്ത് പ്രസിഡന്റിനോട് ഈ ധാർഷ്ട്യം ഒഴിവാക്കണമെന്നും പട്ടികജാതി വിഭാഗത്തോട് ദയാവായ്പോടെ പെരുമാറണമെന്നും അവരുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ ഇന്നലെ വരെ ഈ സംഗതി പഞ്ചായത്ത് പ്രസിഡന്റ് അംഗീകരിച്ചിട്ടില്ല. നിർഭാഗ്യവശാൽ ജില്ലാ കളക്ടർക്കും DPCക്കും പരാതി കൊടുക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് ബ്ലോക്ക് ഭരണസമിതി മാറിയിരിക്കുകയാണ്. പരാതി കൊടുത്തിട്ടുണ്ട്. ഒരു റിക്വസ്റ്റാണ്, ഈ ജനങ്ങളുടെ ജീവിതം നേരിൽ കാണണം. ഇവർക്ക് സഞ്ചാര സ്വാതന്ത്ര്യം നൽകണം, ഗതാഗത സൗകര്യം നൽകണം. പഞ്ചായത്ത് പ്രസിഡന്റ് വിഭാവനം ചെയ്യുന്ന, പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾക്കൊള്ളുന്ന കോൺഗ്രസ് പാർട്ടിയുടെ പ്രാദേശിക നേതാക്കളുടെ വികാരം ഇത് തന്നെയാണോ എന്ന് മാത്രമേ എനിക്ക് ചോദ്യമുള്ളൂ. നിലയ്ക്ക് നിർത്തി ഈ പട്ടികജാതി വിഭാഗത്തിലുള്ള വിവേചനം അവസാനിപ്പിച്ച് അടിയന്തരമായിട്ട് ഈ റോഡ് ഗതാഗത യോഗ്യമാക്കണം എന്ന് ഈ സമയം ഓർമ്മപ്പെടുത്തുകയാണ്. ബ്ലോക്ക് പഞ്ചായത്ത് അനുവദിച്ച 10 ലക്ഷം രൂപ ലാപ്സാവുകയും പദ്ധതി നിർവഹണം നടക്കാതെയും വന്നാൽ അടുത്ത സാമ്പത്തിക വർഷത്തിൽ പട്ടികജാതി വികസന ഫണ്ടിൽ 10 ലക്ഷത്തിന്റെ കുറവുണ്ടാവും. കാലടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ പ്രതികാര നടപടികളിൽ കോൺഗ്രസ് ഭരിക്കുന്ന അങ്കമാലി ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിയും അതൃപ്തരാണെന്നും പറയപ്പെടുന്നു. ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ നിരുത്തരവാദപരമായ തീരുമാനത്തിനെതിരെ ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി ഐക്യകണ്ഠേന പ്രമേയം പാസാക്കുകയും MLAയോടക്കം പരാതിപ്പെടുകയും ചെയ്തതായാണ് വിവരം. അനാവശ്യ വിവാദങ്ങളിൽപ്പെടുത്തി വലിച്ചിഴയ്ക്കാതെ റോഡ് നവീകരണം എത്രയും വേഗം നടപ്പിലാക്കണമെന്ന് പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നതായി വാർഡ് മെമ്പർ PK കുഞ്ഞപ്പൻ പറയുന്നു. കാലടി പഞ്ചായത്തിൽ വാർഡ് 3-ൽപ്പെട്ട സ്ഥലമാണ് വട്ടപ്പറമ്പ്. ഈ വട്ടപ്പറമ്പ് ഇടതുകര കനാലിനോട് ചേർന്ന് ഏകദേശം 10-30ഓളം SC കുടുംബങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു പ്രദേശമാണ്. ഈ പ്രദേശത്ത് നമ്മുടെ കാലടി പഞ്ചായത്തിൻ്റെ മുൻ പ്രസിഡൻറ്റും
അതുപോലെ തന്നെ കാലടി ഫാർമേഴ്സ് ബാങ്കിൻ്റെ മുൻ ഡയറക്ടർ ബോർഡ് അംഗമായ സഖാവ് KG സുരേഷിൻ്റെ പേരിലാണ് നമ്മളെ ഇപ്പോൾ വിവാദമായിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ഈ റോഡ്. ഈ KG റോഡ് നിലവിൽ നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് 10 ലക്ഷം രൂപ അനുവദിക്കുകയും സാങ്കേതികമായ കുറേ തടസ്സങ്ങൾ അതിൽ വരികയും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് ഒരു സംയുക്ത പദ്ധതിയായിട്ട് അത് രൂപീകരിക്കുകയും പഞ്ചായത്തിൻ്റെ ഒരു ഫണ്ട് ഒരു 10,000 രൂപ ഉൾപ്പെടുത്തിക്കൊണ്ട് ആ പദ്ധതി കൊണ്ടുവരുന്നതിന് വേണ്ടി എല്ലാ പേപ്പർ വർക്കുകളും ഏകദേശം കഴിഞ്ഞ് അതിൻ്റെ വീണ്ടും ആ പരിപാടിയിലേക്ക് ആ പദ്ധതിയിലേക്ക് പോകുന്ന സാഹചര്യത്തിൽ അത് മുടങ്ങുന്ന ഒരു സ്ഥിതി ഉണ്ടായി. നിലവിൽ ഇപ്പോൾ നമ്മുടെ കാലടി പഞ്ചായത്ത് 8 ലക്ഷം രൂപ നമ്മളുടെ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അനുവദിച്ചിട്ടുണ്ട്. പക്ഷേ നിലവിൽ ഈ പദ്ധതി നടപ്പിലാവണം എന്നുള്ളതാണ് വാർഡ് മെമ്പർ എന്നുള്ള നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത്. കാരണം ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 30ഓളം കുടുംബങ്ങൾ SC കുടുംബം ഇവിടെ തിങ്ങിപ്പാർക്കുകയും അതിൽ 1-2 വീട്ടുകാർ, 2 വീട്ടുകാരല്ല 3 വീട്ടുകാർ രോഗബാധിതരായിട്ടുള്ള കുടുംബങ്ങളാണ്. അപ്പോൾ അവർക്ക് ഹോസ്പിറ്റലിൽ പോകുന്നതിനും അതുമായി ബന്ധപ്പെട്ട ഒരു വണ്ടി വരുന്നതിനൊക്കെ നമുക്ക് തടസ്സമുള്ള ഒരു പ്രദേശമാണ് ഈ 3-ാം വാർഡിൽ ഈ KG റോഡ് സ്ഥിതി ചെയ്യുന്ന പ്രദേശം. എത്രയും പെട്ടെന്ന് ഈ പദ്ധതി നമ്മുടെ ഇവിടെ നടപ്പിലാവണം എന്നുള്ളതാണ് ബ്ലോക്ക് പഞ്ചായത്തും കാലടി പഞ്ചായത്തും സംയുക്തമായിട്ട് തന്നെ ഈ പദ്ധതി നടപ്പിലാവണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. റോഡ് സഞ്ചാരയോഗ്യമാക്കുന്ന വിഷയത്തിൽ SC വിഭാഗത്തിൽപ്പെട്ട പ്രദേശവാസികളോട് തികഞ്ഞ അവഗണനയാണ് പഞ്ചായത്ത് ഭരണസമിതി പുലർത്തുന്നതെന്നും ഈ ഭാഗത്തേക്ക് ഒരു ഓട്ടോറിക്ഷ വിളിച്ചാൽ പോലും വരാത്ത സ്ഥിതിയാണ് ഉള്ളതെന്നും KPMS ശാഖാ സെക്രട്ടറി MS പ്രസാദും പ്രദേശവാസികളും പറയുന്നു. നമസ്കാരം, എൻ്റെ പേര് പ്രസാദ് MS. ഞാൻ മറ്റൂർ വട്ടപ്പറമ്പ് KPMS ശാഖ സെക്രട്ടറിയാണ്. വട്ടപ്പറമ്പ് SC കോളനിയിലേക്ക് വരുന്ന കനാൽ റോഡാണ് ഈ കാണുന്നത്. ഈ റോഡ് KG റോഡ് എന്ന നാമകരണത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് 10 ലക്ഷം രൂപ അനുവദിക്കുകയുണ്ടായി. കാലടി പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും സംയുക്തമായിട്ട് റോഡ് പണി ചെയ്യണമെന്നുള്ള കാര്യത്തിൽ അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു വന്നിരുന്നു. എന്നാൽ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ 10 ലക്ഷം രൂപ അപ്രൂവൽ ആവുകയും കാലടി പഞ്ചായത്തിൽ ഫണ്ടില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഈ വഴിക്ക് വേണ്ട റോഡ് പണിയുന്നതിനാവശ്യമായിട്ടുള്ള ഫണ്ട് കാലടി പഞ്ചായത്തിൽ നിന്ന് നൽകിയിട്ടില്ല. ഇവിടെ KPMSലെ 32ഓളം കുടുംബങ്ങൾ സ്ഥിരമായിട്ട് പോകുന്ന വഴിയാണത്. ഈ വഴിയിലൂടെ സ്കൂൾ കുട്ടികളും അതുപോലെ തന്നെ രോഗികളും കാൽനടയായിട്ട് മാത്രമേ നടക്കാൻ പറ്റുള്ളൂ. ഇവിടെ വണ്ടി സൗകര്യമില്ല. ഒരു ഓട്ടോ വിളിച്ചാൽ പോലും നമ്മുടെ നാട്ടിലേക്ക് ഓട്ടോ വരാത്ത അവസ്ഥയാണ്. ഞങ്ങളോട് കുറേ ആൾക്കാർ ഇവിടെ താമസിക്കുന്നതാണ്. ചെറിയ വീടുകാർ താമസിക്കുന്നതാണ്. ഇവിടെ ഞങ്ങൾക്ക് നടക്കാനോ മറ്റൊരു വണ്ടി സൗകര്യം, ഒരു വണ്ടി വിളിച്ചാൽ പോലും വരില്ല. അവർ വണ്ടി വിളിച്ചാൽ ഇവിടെ മുഴുവൻ കുണ്ടും കുഴിയും കട്ടറയാണ്. എങ്ങനെ അവിടെ വന്നെന്നൊക്കെ ചോദിക്കുന്നത്. അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടിലാണ് ഞങ്ങൾ ജീവിക്കുന്നത്. വികസന കാര്യത്തിൽ രാഷ്ട്രീയം അരുത് എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തലും നേതാക്കളുടെ പ്രഖ്യാപനങ്ങളും. എന്നാൽ കാലടി പഞ്ചായത്തിന് ഇത് ബാധകമല്ലേ എന്നാണ് വട്ടപ്പറമ്പുകാർ ചോദിക്കുന്നത്. ഒരു വണ്ടി വന്നാൽ തിരിച്ചു പോകാനോ അല്ലെങ്കിൽ ഒന്ന് സൈഡ് ഒതുക്കി കൊടുക്കാനോ അങ്ങനെ ഒന്നും പറ്റാത്തൊരവസ്ഥയാണ് ഈ ഇത്രയും ഭാഗത്ത് താമസിക്കുന്ന ആളുകളുടെ ഒരവസ്ഥ. കുറേ നാളായി, വർഷങ്ങളായി ഇത് ഇങ്ങനെ ടാറൊക്കെ ചെയ്തിട്ട്. അത് പിന്നെ ഇത് അവരെ ചെയ്തിട്ടില്ല. ഞങ്ങളൊക്കെ ഒരു പ്രാവശ്യം വന്ന് പഞ്ചായത്തിൽ നിന്ന് ഇങ്ങനെ കട്ട വിരിക്കണതിന് ഞാനൊക്കെ കൂടി അന്ന് ഇത് എഴുതിയെടുത്തപ്പോൾ ഞാനൊക്കെ ഉണ്ടായിരുന്നു. മാഡം ഞങ്ങളുടെ ഇതിൻ്റെ തൊഴിലുറപ്പിൻ്റെ ഓവർസീർ ഇത് എഴുതിയൊക്കെ എടുക്കുമ്പോൾ ഞാനും ഉണ്ടായി ഇതിങ്ങനെ കട്ട വിരിച്ച് കൊടുക്കണ കാര്യം പറയുന്നത്. എല്ലാത്തരം അഴുക്കിനെയും തുടച്ചു മാറ്റി സുഗന്ധം പരത്താൻ ഇനി എന്നെന്നും ഓർമ്മ പെർഫ്യൂംഡ് ക്ലീനിംഗ് ലിക്വിഡ്. വീടെന്നും സ്വർഗമാക്കാൻ ഓർമ്മ പ്രോഡക്ട്സ്. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? നമ്മുടെ MV ചാക്കോ ജ്വല്ലറിന്ന്. 70 വർഷത്തെ പാരമ്പര്യല്ലേ? MV ചാക്കോ ജ്വല്ലേഴ്സ്, അങ്കമാലി.